പ്രശ്നം അനീതി ചെയ്താലാണ് അർത്ഥം. രണ്ടാമത്തെ പ്രശ്നം തങ്ങന്മാർക്ക് വല്ല പരമ്പരയുണ്ടെന്നോ? ഉണ്ടായാലെന്താ? അതാണ് നമ്മൾ ആലോചിക്കണ്ടേ. ഉണ്ടെന്ന് വരിക, ഉണ്ടായാൽ വല്ല മെച്ചമുണ്ടെങ്കിലല്ലേ ഉണ്ടാകുന്നതുകൊണ്ട് കാര്യമുള്ളൂ. ഇസ്ലാമിൽ അങ്ങനത്തെ പരമ്പരകൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലല്ലേ പ്രാധാന്യമുള്ളൂ. ഇസ്ലാമിന് അങ്ങനെ ഇല്ലല്ലോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അയാൾ പിഴച്ചയാളാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെ കുറിച്ചാണ് പറഞ്ഞത് പിഴച്ചവളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവിനെ കുറിച്ചാണ് പറഞ്ഞത് പിഴച്ചയാളാണ്. അപ്പൊ ഈ പരമ്പരക്ക് യാതൊരു പ്രാധാന്യമില്ലാത്തൊരു ആദർശത്തിൽ ഈ പരമ്പര ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണേ വെറുതെ. പരമ്പര ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചാൽ. എന്റെ പേര് ബഷീർ, ചിറക്കൽപ്പുഴ സ്വദേശിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലും അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കലും പുണ്യകരമായ കാര്യമാണ് എന്ന് അറിയാമല്ലോ. എന്നാൽ അവിടുത്തെ പരമ്പരയിൽ വരുന്ന ആളുകളെ, റസൂലിന്റെ പരമ്പരയിൽ വരുന്ന ആളുകളെ ആ രീതിയിൽ സ്നേഹിക്കേണ്ടതുണ്ടോ? ഇപ്പൊ പാണക്കാട് തങ്ങളുടെ ഖബറിന്റെ അരിക്കൽ റസൂലിലേക്ക് എത്തുന്ന പരമ്പര എഴുതി വെച്ചതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പരമ്പര അനുസരിച്ച് പാണക്കാട് തങ്ങന്മാരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചുംബിക്കുകയും മുത്തുകയും ചെയ്യാൻ പാടുണ്ടോ? ഒന്ന് വിശദീകരിച്ചാൽ. നബി കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. പ്രവാചകർക്ക് സ്ഥാനമുണ്ട്, പ്രവാചകന്റെ കുടുംബത്തിനും സ്ഥാനമുണ്ട്. ഒരുപാട് ഹദീസിൽ അത് സ്ഥിരപ്പെട്ടിട്ടുമുണ്ട്. ഇമാം ബുഖാരി, മുസ്ലിം അടക്കമുള്ളവർ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി കുടുംബത്തിന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾ രണ്ട് കാര്യം ഏൽപ്പിച്ചു പോകുന്നു. ചില ഹദീസിൽ അള്ളാഹുവിന്റെ കിതാബ്, റസൂലിന്റെ സുന്നത്ത് എന്നുണ്ട്. വേറെ ചില ഹദീസുകളിൽ അള്ളാഹുവിന്റെ കിതാബും എന്റെ കുടുംബവും എന്നും ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ശേഷം അവിടുന്ന് പറഞ്ഞു, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി. 3 തവണ പറഞ്ഞു, എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു, ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബു ഇലയ്യ അൻ അസ്ല മിൻ ഖറാബത്തി. എന്റെ കുടുംബവുമായി ബന്ധം ചേർക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം നബിയുടെ കുടുംബവുമായി ബന്ധം ചേർക്കലാണ് എന്നാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബിന്റെ മകളെ വിവാഹം കഴിച്ചുവെന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഉമർ ഖത്താബിനേക്കാളും പ്രായം കുറവ് അലിക്ക്. ആ അലിയുടെ മകളെ ഉമർ ഖത്താബ് കിട്ടുന്നു. അദ്ദേഹം കാരണം പറഞ്ഞത്, നബി കുടുംബവുമായി എനിക്ക് ഒരു ബന്ധം കൂടി കിട്ടുമല്ലോ എന്ന്. നബി കുടുംബവുമായി ഒരു ബന്ധം കൂടി എനിക്കധികം കിട്ടുമല്ലോ. അപ്പൊ നബി കുടുംബത്തിന് സ്ഥാനമുണ്ട്. ഇനി ഇന്ന് തങ്ങന്മാർ എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന എല്ലാവരും നബി കുടുംബത്തിൽ പെട്ടതാണോ? അല്ലാഹു അഅലം. നബി കുടുംബം എന്ന് പറയുമ്പോൾ നബിയുടെ ആൺമക്കളുടെ വന്ന പരമ്പര മാത്രമല്ല ഉദ്ദേശിക്കപ്പെടുക. അങ്ങനെ പലരും വിചാരിക്കാറുണ്ട്. നബിയുടെ ആൺമക്കൾ അങ്ങനെ വളർന്നിട്ടില്ല, അവർക്ക് സന്താന പരമ്പര ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നബി കുടുംബം മുറിഞ്ഞുപോയി എന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് ശരിയല്ല. നബി കുടുംബം എന്ന് പറയുമ്പോൾ ആൺമക്കൾ വഴി വന്നവർ മാത്രമല്ല, മറിച്ച് പ്രവാചകനോട് ചോദിച്ചു, നബി ആരാണ് താങ്കളുടെ കുടുംബം? അവിടുന്ന് പറഞ്ഞു, ഹും ആലു അലി വ ആലു ജഅഫർ വ ആലു അബ്ബാസ് വ ആലു ഉഖൈൽ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അലിയുടെ കുടുംബം എന്റെ കുടുംബമാണ്, ജഅഫറിന്റെ കുടുംബം എന്റെ കുടുംബമാണ്, അതേപോലെ അബ്ബാസിന്റെ കുടുംബം എന്റെ കുടുംബമാണ്, ഉഖൈലിന്റെ കുടുംബം എന്റെ കുടുംബമാണ് റളിയല്ലാഹു അൻഹും. അതൊക്കെ നബി പ്രശ്നം അനീതി ചെയ്താലാണ് അർത്ഥം. രണ്ടാമത്തെ പ്രശ്നം തങ്ങന്മാർക്ക് വല്ല പരമ്പരയുണ്ടെന്നോ? ഉണ്ടായാലെന്താ? അതാണ് നമ്മൾ ആലോചിക്കണ്ടേ. ഉണ്ടെന്ന് വരിക, ഉണ്ടായാൽ വല്ല മെച്ചമുണ്ടെങ്കിലല്ലേ ഉണ്ടാകുന്നതുകൊണ്ട് കാര്യമുള്ളൂ. ഇസ്ലാമിൽ അങ്ങനത്തെ പരമ്പരകൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലല്ലേ പ്രാധാന്യമുള്ളൂ. ഇസ്ലാമിന് അങ്ങനെ ഇല്ലല്ലോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അയാൾ പിഴച്ചയാളാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെ കുറിച്ചാണ് പറഞ്ഞത് പിഴച്ചവളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവിനെ കുറിച്ചാണ് പറഞ്ഞത് പിഴച്ചയാളാണ്. അപ്പൊ ഈ പരമ്പരക്ക് യാതൊരു പ്രാധാന്യമില്ലാത്തൊരു ആദർശത്തിൽ ഈ പരമ്പര ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണേ വെറുതെ. പരമ്പര ഉണ്ടോ എന്ന്